നമസ്കാരം, ഞാൻ കിളിയൂർ രാജൻ. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് കോവില്ലൂർ എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളുടെ അതിർത്തിയിൽ വെള്ളറട, അമ്പൂരി പഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കോവില്ലൂർ. ഒരു പഴയകാല നാട്ടുരാജ്യം. സംഘകാലം മുതൽ ഇവിടെ ഒരു നാട്ടുപ്രവിശ്യ നിലനിന്നിരുന്നതായി കരുതുന്നു. 14-ാം നൂറ്റാണ്ടിനും 18-ാം നൂറ്റാണ്ടിനും ഇടയിൽ രചിക്കപ്പെട്ടതായി കരുതുന്ന മൂട്ടുമല്ലൻ കഥ, പുരുഷാദേവി കഥ, കാരവൻ കഥ തുടങ്ങിയ തെക്കൻ പാട്ടുകളിൽ കോവില്ലൂർ രാജ്യത്തെക്കുറിച്ച് പരാമർശമുണ്ട്. കോവിലൻ, ചെമ്പൻമുടി തുടങ്ങിയ നാടുവാഴികൾ ഇവിടെ ഭരണം നടത്തിയിരുന്നതായി ഈ പാട്ടുകളിൽ നിന്നും മനസ്സിലാക്കാം. ഇതിൽ ചെമ്പൻമുടി ക്ഷത്രിയ കുലത്തിൽ പിറന്ന ആളാണെന്നും സൂചനയുണ്ട്. ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രം 1-ാം വാല്യത്തിൽ പുരുഷാദേവി കഥയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഇതിൽ കോവില്ലൂർ എന്ന രാജ്യം നെയ്യാറ്റിൻകരയ്ക്ക് സമീപമാണെന്ന സൂചനയും നൽകുന്നുണ്ട്. ആയി രാജാവ് അതിയൻ്റെ കാലത്ത് പാണ്ഡ്യരാജാവ് പശുപൂൺ പാണ്ഡ്യൻ പിടിച്ചടക്കിയ പ്രദേശങ്ങളുടെ കൂട്ടത്തിലും കോവില്ലൂരുണ്ട്. അക്കാലത്ത് ഈ പ്രദേശം തുറുനെല്ലൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിയൻ്റെ ആയി രാജ്യം 7 കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അതിലൊരു പ്രധാന കോട്ടയായിരുന്നു തുറുനെല്ലൂർ കോട്ട. പശുപൂൺ പാണ്ഡ്യൻ ഈ കോട്ട യുദ്ധത്തിൽ നിലംപരിശാക്കി. പിടിച്ചെടുത്ത പ്രദേശങ്ങൾക്ക് വിജയപുരി എന്ന അർത്ഥത്തിൽ വെല്ലൂർ എന്ന് നാമകരണം ചെയ്തു. കുന്നുകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ ഇത് പിന്നീട് കൂവല്ലൂരും കോവില്ലൂരും കോവെല്ലൂരും ഒക്കെയായി മാറി എന്നാണ് ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം. എന്തായാലും തുറുനെല്ലൂർ എന്ന നാമം ഒരു കുടുംബനാമമായി ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കോവിലൻ്റെ ഭരണകാലത്ത് ഈ നാടിന് കോവില്ലൂർ എന്ന പേര് ലഭിച്ചതായി കരുതുന്നവരുമുണ്ട്. നാടുവാഴിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ കോവില്ലൂർ എന്ന സ്ഥലനാമം സിദ്ധിച്ചിരിക്കാനാണ് സാധ്യത. കോവില്ലൂർ രാജ്യത്തിൻ്റെ അതിർത്തി സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. പഴയകാല തിരുവിതാംകൂർ മേപ്പിൽ കോവില്ലൂർ എന്ന പ്രദേശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം വരെ ഈ രാജ്യം നിലനിന്നു എന്നാണ് നിഗമനം. കഴുകുവാൾ വട്ടം ഭഗവതിയായിരുന്നു കോവില്ലൂരിൻ്റെ ഗ്രാമദേവത. ശ്രീപരമേശ്വരൻ കളങ്കാവലുള്ള മാലാഭഗവതിയായിരുന്നു പ്രതിഷ്ഠ. പെരുമാക്കന്മാരുടെ കാലത്ത് ഭരണകാര്യങ്ങൾ കൂടിയാലോചന നടത്താൻ ഈ ക്ഷേത്രത്തിലാണ് സഭ കൂടിയിരുന്നത്. 64 തറകളിലെ കാരണവന്മാരും 64 തണ്ടാന്മാരും 4 കഴകങ്ങളിലെ അച്ഛന്മാരും 16 നല്ലാടിമാരും തൃക്കൂട്ടത്തിൽ പങ്കെടുത്തിരുന്നു. ക്ഷേത്രതന്ത്രിയോ പൂജാരിയോ അധ്യക്ഷനായിരിക്കും. ക്ഷേത്രത്തിലെ കൊട്ടിലിലാണ് യോഗം ചേർന്നിരുന്നത്. അതായത് 16 തറകൾ വീതമുള്ള 4 കഴകങ്ങൾ ചേർന്നതായിരുന്നു കോവില്ലൂർ രാജ്യത്തിൻ്റെ വിസ്തൃതി. കളരി, വിദ്യാഭ്യാസശാല, ചുങ്കസ്ഥലം എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്നു. ഒരു വിദ്വൽ സദസ്സും ഇവിടെ നിലനിന്നിരുന്നതായി നാട്ടറിവുണ്ട്. ഈ ക്ഷേത്രം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മുഞ്ചിറ മഠത്തിൻ്റെ അധീനതയിലായിരുന്നു ക്ഷേത്രഭരണം. അടുത്ത കാലത്ത് പുളിയർത്തല കുടുംബക്കാർ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണമേറ്റെടുത്തു. ഇപ്പോൾ നാട്ടുകാരുടെ ഭരണസമിതിയാണ് നിയന്ത്രിക്കുന്നത്. ചെപ്പള്ളിയായിരുന്നു കോവില്ലൂരിലെ പഴയകാല വിദ്യാഭ്യാസ സങ്കേതം. ഇവിടെ വലിയ കളരി പ്രവർത്തിച്ചിരുന്നു. രാജ്യത്തിൻ്റെ സൈനിക സങ്കേതവും ഇവിടെയായിരുന്നു. ചെപ്പള്ളി തമ്പുരാനായിരുന്നു കാവൽ ദൈവം. ചെപ്പള്ളിയിലെ കാരണവന്മാർ കൊട്ടാരം വൈദ്യന്മാരും മന്ത്രവാദികളുമായിരുന്നു. ഇവരുടെ ഗ്രന്ഥപുരയിൽ നിന്നും ഭഗവത്ഗീതയുടെ കയ്യെഴുത്ത് പ്രതി കണ്ടെടുത്തിരുന്നു. പുളിയറത്തലക്കാർ പേരുകേട്ട വൈദ്യന്മാരായിരുന്നു. മാട്ടുചികിത്സയിലും ഇവർ പ്രാവീണ്യം നേടിയിരുന്നു. കുടുംബത്തിലെ കുട്ടൻപിള്ള കുമാരപിള്ള അറിയപ്പെടുന്ന കലാകാരനും വൈദ്യനും അധ്യാപകനുമായിരുന്നു. ഇദ്ദേഹം 2 കുടിപ്പള്ളിക്കൂടങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. നാടുവാഴി ഭരണത്തിന് വിരാമമായിട്ടും കോവില്ലൂരിലെ രാജബന്ധങ്ങൾ അവസാനിച്ചിരുന്നില്ല. ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് ഡിവിഷൻ പേഷ്കാരായിരുന്ന നെയ്യൂർ ഇലങ്കൻ വീട്ടിൽ ഈശ്വരപിള്ള കേശവപിള്ള കോവില്ലൂരിൽ ഏക്കർ കണക്കിന് ഭൂമി കൈവശപ്പെടുത്തുകയും ഇടത്താവളമായി ഇവിടെ ഒരു വീട് നിർമ്മിക്കുകയും ചെയ്തിരുന്നു. പൂമുഖം വീട് എന്നാണ് ഈ വീട് അറിയപ്പെട്ടിരുന്നത്. ജീർണാവസ്ഥയിലാണെങ്കിലും ഈ വീട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അടുത്ത കാലം വരെ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ
ബൂത്തായി ഈ വീട് പ്രവർത്തിച്ചിരുന്നു. കോവിലൂരിൽ ഒട്ടേറെ വികസനങ്ങൾ എത്തിച്ചത് കേശവപിള്ളയാണ്. വഴിയമ്പലം, കോവിലൂർ പാലം എന്നിവയെല്ലാം ഇക്കൂട്ടത്തിൽപ്പെടുന്നു. നാടിൻ്റെ വികസനത്തിനായി യത്നിച്ച കേശവപിള്ളയെ നാട്ടുകാരും മറന്നില്ല. നാട്ടിൽ ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചപ്പോൾ അതിനെ കേശവപിള്ളയുടെ സ്മാരകമാക്കുകയായിരുന്നു. കേശവപിള്ള അവിഹിതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിൽ അന്വേഷണം നടത്താൻ വിശാഖം തിരുനാൾ കോവിലൂരിൽ നേരിട്ടെത്തിയ സംഭവവും ചരിത്രത്തിലുണ്ട്. ഇന്ന് ചെക്കിട്ടവിള എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് അന്നുണ്ടായിരുന്ന ഒരു ബംഗ്ലാവിൽ താമസിച്ചുകൊണ്ടാണ് രാജാവ് അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിൽ അവിഹിതമായി ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി പരാതി തള്ളുകയായിരുന്നു. പൂമുഖം, പുളിയറത്തല, ചെപ്പള്ളി, തുറുനല്ലൂർ, കക്കോട്ടം, കുഞ്ചിവീട്, കല്ലറത്തല എന്നിവയായിരുന്നു ഒരു കാലത്ത് കോവിലൂരിലെ പ്രബല കുടുംബങ്ങൾ. ചെപ്പള്ളിയുടെ ഉപശാഖയാണ് ഇടത്തിങ്കൽ കുടുംബം. ജനങ്ങളിൽ നിന്ന് നികുതിയായി ഈടാക്കിയിരുന്ന വരിപ്പണമാണ് തിങ്ങൾപ്പണം. ഇത് പിരിക്കാൻ രാജാവ് ചുമതലപ്പെടുത്തിയിരുന്ന കുടുംബമാണ് ഇന്ന് ഇടത്തിങ്കൽ കുടുംബം എന്നറിയപ്പെടുന്നത്. തിങ്കൾ പണം പിരിക്കാൻ ഉള്ള ഇടം ഇടത്തിങ്കൽ എന്നാവുകയായിരുന്നു. മറ്റൊരു ദേശചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.